വന്ദേ ഭാരതിൽ വിദ്യാർത്ഥികളെ കൊണ്ട് ഗണഗീതം പാടിപ്പിച്ച സംഭവത്തിൽ ഉടൻ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ നിർദ്ദേശം നൽകി മന്ത്രി വി ശിവൻകുട്ടി. കുട്ടികൾ പാടിയത് ദേശഭക്തി ഗാനം എന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് സ്കൂൾ പ്രിൻസിപ്പൽ. എന്നാൽ സംസ്ഥാനങ്ങളാണ് എല്ലാ സ്കൂളുകൾക്കും NOC നൽകുന്നത് എന്ന് മറക്കേണ്ട എന്ന് വിദ്യാഭ്യാസ മന്ത്രി മുന്നറിയിപ്പ് നൽകി. എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത് എക്സ്പ്രസ് സർവീസിന്റെ ഉദ്ഘാടന ചടങ്ങിനിടെയാണ് വിദ്യാർത്ഥികളെ കൊണ്ട് ഗണഗീതം പാടിച്ചത്. അത് പിന്നെ വിവാദമായി. പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഈ വിഷയത്തെ വളരെ ഗൗരവത്തോടെയാണ് എടുത്തിരിക്കുന്നത്. വിദ്യാഭ്യാസ മന്ത്രി ഇപ്പോൾ അന്വേഷണത്തിന് നിർദ്ദേശം നൽകുകയും ചെയ്തു. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറോടാണ് റിപ്പോർട്ട് തേടിയിരിക്കുന്നത്. ഒരു സാമാന്യ മര്യാദ പോലും കാണിക്കാതെ ഇന്ത്യൻ ഭരണഘടനയും ജനാധിപത്യത്തെയും വെല്ലുവിളിച്ചിരിക്കുകയാണ്. ഇത് അഹങ്കാരത്തിൻ്റെ സ്വരമാണ്. ഒരു സ്കൂളിലും മതേതരത്വത്തിന് വെല്ലുവിളിയായുള്ള അല്ലെങ്കിൽ ജനാധിപത്യ മൂല്യങ്ങൾക്ക് വെല്ലുവിളിയായുള്ള ഒരു നടപടിക്രമങ്ങൾ നടത്താൻ അനുവദിക്കുന്ന പ്രശ്നമേ ഇല്ല. ആ NOCയിൽ ചില കണ്ടീഷൻസ് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. ആ കണ്ടീഷൻസ് ലംഘിച്ചാൽ NOC പിൻവലിക്കാൻ വരെയുള്ള അധികാരാവകാശങ്ങൾ കേരള വിദ്യാഭ്യാസ നിയമത്തിലും ദേശീയ വിദ്യാഭ്യാസ നിയമത്തിലും പറയുന്നുണ്ട്. സർക്കാർ പരിപാടികളിൽ കുട്ടികളെ രാഷ്ട്രീയവൽക്കരിക്കുന്നതും ഒപ്പം തന്നെ ഒരു പ്രത്യേക വിഭാഗത്തിന്റെ വർഗീയ അജണ്ടകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതും ഭരണഘടനാ തത്വങ്ങൾക്ക് എതിരാണ് എന്നുള്ളതാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ വിലയിരുത്തൽ. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ആണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് അന്വേഷിക്കാൻ വേണ്ടി പൊതുവിദ്യാഭ്യാസ ഡയറക്ടറോട് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതേസമയം തന്നെ ഇന്നലെ ഇത് വിവാദമായതിനു പിന്നാലെ വിമർശനവുമായി മുഖ്യമന്ത്രി രംഗത്തെത്തുന്നു, പൊതുവിദ്യാഭ്യാസ വകുപ്പ് രംഗത്തെത്തുന്നു, പ്രതിപക്ഷം ഉൾപ്പെടെ രംഗത്തെത്തുകയാണ് ഉണ്ടായത്. ഈ വർഗീയവൽക്കരിക്കുന്ന ഈ കാര്യങ്ങളിൽ ഈ കുട്ടികളെ ഉപയോഗിക്കാൻ ആരാണ് തീരുമാനമെടുത്തത്? ഈ കുഞ്ഞുങ്ങളെ ഉപയോഗിക്കാൻ വേണ്ടി ഔദ്യോഗിക ചടങ്ങുകളെ രാഷ്ട്രീയവൽക്കരിക്കാൻ പാടില്ല. RSSന്റെ കിടക്കിത് അവർ പാടിക്കോട്ടെ, അവരെ ചടങ്ങിൽ പാടിക്കോട്ടെ, ഔദ്യോഗിക ചടങ്ങിൽ പറ്റില്ല. ആര് ചെയ്താലും തെറ്റാണ്. DK ശിവകുമാർ ചെയ്താലും തെറ്റാണ്. ഇന്ത്യ ഗവൺമെന്റിന്റെ ഒരു ട്രെയിൻ സർവീസ് തുടങ്ങുമ്പോൾ അവിടെ RSSന്റെ പാട്ടുപാടുന്ന നിലയിലേക്ക് ഇന്ത്യ അധപ്പതിച്ചിരിക്കുന്നു. ഇത് അതീവ ഗൗരവമാർന്ന വെല്ലുവിളിയാണ്. എന്നാൽ കുട്ടികൾ സ്വന്തം ഇഷ്ടപ്രകാരമാണ് പാട്ട് പാടിയതെന്നാണ് സ്കൂൾ അധികൃതരുടെ വിശദീകരണം. ഒരു മലയാളം പാട്ട് പാടാവോ? ഇവര് ദേശഭക്തി ഗാനമൊന്നും ചൊല്ലി പറഞ്ഞിട്ടില്ല, ഒരു പാട്ട് എന്ന് മാത്രം. അതിന്റെ ഭാഗമായിട്ട് കുട്ടികളിൽ നിന്ന് രണ്ടാമത് ചോദിച്ചപ്പോൾ ഇവര് ഒരു ദേശഭക്തി ഗാനം ചൊല്ലി. ഇതിൽ എവിടെയാണ് ദേശവിരുദ്ധതയുള്ളത്? BJPയുടെ എല്ലാ പരിപാടികളിലും ഗണഗീതം പാടണമെന്നാണ് കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ അഭിപ്രായം. എന്നാൽ താൻ ശാഖയിൽ പോയിട്ടില്ല എന്നും തനിക്ക് ഗണഗീതം അറിയില്ല എന്നും പറയുന്ന ജോർജ് കുര്യൻ CPM നേതാക്കൾക്ക് ഗണഗീതം പാടാൻ അറിയാമെന്നുകൂടി പറഞ്ഞ് പരിഹസിക്കുന്നുണ്ട്. ഒരു ഗണഗീതവും എനിക്കറിയില്ല, എനിക്കത് പാടാനും അറിയില്ല. മാർക്സിസ്റ്റ് പാർട്ടിയുടെ പല നേതാക്കന്മാർക്കും ഇത് കാണാതെ പാടാൻ അറിയാം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ച് ഔദ്യോഗിക പരിപാടി നടത്തിയതിൽ എന്തെങ്കിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്നുകൂടി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഉമേഷ് പരിശോധിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് തുടർ നടപടികൾ സ്വീകരിക്കും. TS ഹരികൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.